അമേരിക്കയിൽ നിന്നുള്ള വാർത്തയിലേക്ക്. അമേരിക്കയിലെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 50ആയി. കാണാതായ 20 പേർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് മണിക്കൂറുകൾക്കുള്ളിൽ 1 മാസത്തെ മഴ ലഭിച്ചു എന്നാണ് US കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ ആകെ വിറച്ചിരിക്കുകയാണ് അമേരിക്ക, പ്രത്യേകിച്ച് ടെക്സസ്. നിലവിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇന്ന് രാവിലെ ഇപ്പോൾ 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെയാണ് ടെക്സസിലുണ്ടായ വലിയ ദുരന്തത്തിൽ, മഹാപ്രളയത്തിൽ ഇതുവരെ 50 പേർ മരിച്ചതായുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നത്. അതേസമയം തന്നെ മറ്റ് നിരവധി വാർത്തകൾ കൂടി വരുന്നുണ്ട്. മറ്റ് മരണസംഖ്യ കൂടുതൽ ഉയരുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ 50 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ ഇതിൽ 15 പേർ കുട്ടികളാണ് എന്നതാണ് വിവരം. ഒപ്പം തന്നെ സമ്മർ ക്യാമ്പിൽ കാണാതായ 27 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇതിൽ 20 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇപ്പോൾ ഈ മഹാപ്രളയത്തിന്റെ, മിന്നൽ പ്രളയത്തിന്റെ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. അതായത് മണിക്കൂറിൽ 2 മണിക്കൂറിനിടെ നദികളിൽ ഏകദേശം 6.2 മീറ്റർ ഉയരത്തിലാണ് ജലനിരപ്പ് ഉയർന്നത്. അത് വെറും 2 മണിക്കൂർ കൊണ്ടാണ് അത്രയും അധികം ജലനിരപ്പ് ഉയർന്നത്. ഒപ്പം തന്നെ 1 മാസം ലഭിക്കേണ്ടിയിരുന്ന മഴയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 1 മാസം കൊണ്ട് ആ പ്രദേശത്ത് ലഭിക്കേണ്ട മഴയാണ് ലഭിച്ചത്. ഇതാണ് മിന്നൽ പ്രളയത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ വലിയ മഴയുണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇത്രയധികം ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി ഇതിന്റെ ഒരു കണക്ക് പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അതിനെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. കൃത്യമായി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാൻ കാലാവസ്ഥാ വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞില്ല എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ഒപ്പം തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകളൊക്കെ തകർന്നിട്ടുണ്ട്, വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണിട്ടുണ്ട്. ഇതൊക്കെ ഈ രക്ഷാ ദൗത്യത്തിന് കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ശക്തമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒപ്പം സമീപത്തെ ചില മേഖലകളിലൊക്കെ ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ചതും ഈ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായിട്ടുണ്ട്. ഒപ്പം തന്നെ സമീപത്തുള്ള ഒരു ചർച്ചിലേക്ക് ഇനി കാണാതായവർ അവിടെ ഒത്തുചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ അവിടെ വെച്ച് ഈ കൂടുതൽ പേര്, ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ വെച്ച് തിരിച്ചറിയാം എന്ന ഒരു നിഗമനത്തിലാണ്. ഒപ്പം തന്നെ അത്തരമൊരു അറിയിപ്പാണ് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത്. ആ ചർച്ചിലേക്ക് എത്തിച്ചേരണമെന്നാണ് വിവരം. ഒപ്പം തന്നെ ഈ സമ്മർ ക്യാമ്പിൽ കാണാതായ പെൺകുട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും ആശങ്ക ഉയരുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഇതുവരെ 250-ൽ പരം ആളുകളെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഈ സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 27 പേരിൽ 7 പേരെ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, വളരെ ദുഃഖകരമായ, അപ്രതീക്ഷിതമായ ഒരു വാർത്തയുടെ ഞെട്ടലിൽ തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടെക്സസ് പോലൊരു മേഖലയിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായി 2 കെട്ടിടത്തിൻ്റെ ഉയരത്തിലൊക്കെ വെള്ളം പൊങ്ങുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന തിരിച്ചടി ചെറുതല്ല. നിലവിൽ എന്താണ് സാഹചര്യങ്ങൾ? തീർച്ചയായിട്ടും ശ്രീജ, ഇത് അമേരിക്കയിൽ ഒരു ലോങ് വീക്കെൻഡ് ആണ്. ജൂലൈ 4th ആണ്. ജൂലൈ 4th ലോങ് വീക്കെൻഡിനകത്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന സമയമായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഫ്രൈഡേ തുടങ്ങിയ ആ ഒരു മിന്നൽ പ്രളയത്തിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 6 മീറ്ററിലധികമാണ് വെള്ളം ഉയർന്നത്. ഏകദേശം 1 മാസത്തെ മഴയാണ് ആ ഒരു 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ സമയത്ത് കൊണ്ട് വന്നു വീണത്. കാലാവസ്ഥ പ്രവചിച്ചിരുന്നു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാകുമെന്നുള്ളത്. എന്നാൽ ഈ ഒരു തോതിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്യാമ്പിങ്ങിനും സമ്മർ ക്യാമ്പിനും ഒക്കെ വളരെയധികം ഫേമസ് ആയിരുന്നു. സെഞ്ചുറീസ് ഓൾഡ് ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ് ഇത്. ഇത് നമ്മുടെ ഹൂസ്റ്റണിൽ നിന്നും ഡാലസിൽ നിന്നും അവിടെയൊക്കെയാണ് ഒത്തിരി ഇന്ത്യൻസ് അല്ലെ മലയാളികൾ തിങ്ങി പാർക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സെൻട്രൽ ടെക്സാസ് ആണ്. ടെക്സാസ് നിങ്ങൾക്കറിയാം, ഒത്തിരിയധികം വലിയൊരു സ്റ്റേറ്റ് ആണ്. അപ്പം ആ ഒരു സ്പെസിഫിക് ഏരിയയിലാണ് ഈ ഒരു മിന്നൽ പ്രളയം നടന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് 50-ലധികം
അധികം ആൾക്കാർ മരിച്ചു. അതിൽ ഒരു 15-ലധികം കുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 27 പേരുള്ള ക്യാമ്പിങ്ങിന്റെ ഒരു ഗേൾ സ്കൗട്ട് ക്യാമ്പിംഗ് സെന്റർ ഉണ്ടായിരുന്നു. ആ സെന്ററിനകത്ത് നിന്ന് 20-ലധികം കുട്ടികളെ ഇപ്പോഴും കാണുന്നതായിട്ടുണ്ട്. അപ്പോൾ അവർ അൺഅക്കൗണ്ടഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ്. 50-ലധികം പേര് മരിക്കുന്നു. അതിൽ 15-ലധികം കുട്ടികൾ, 20-ലധികം കുട്ടികളെ ഇപ്പോഴും കാണാനുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഫ്ലാഷ് ഫ്ലഡിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വാർത്ത